ചായ കൊടുത്തിട്ട് മെഡിസിൻ കൊടുത്താൽ മതി. ശരി. രജനി, മോക്ക് കുറച്ച് ചായ കൊടുത്തേക്ക്. മോളെ മഞ്ചാടി, പതുക്കെ എഴുന്നേറ്റിട്ടേ കുറച്ച് ചായ കുടിക്ക്. ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. വല്ലതും കഴിക്കുകയും കുടിക്കുകയും ചെയ്തില്ലെങ്കിലേ മോളെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കുടിക്കും മോളെ, ക്ഷീണൊന്ന് മാറട്ടെ. അത് കുടിക്കും. കുടിച്ചോ. കുടിക്കും മോളെ. അനുപമയോ? മോളെ, നിന്റെ ചേച്ചി. ചേച്ചി മോളെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ട് ചേച്ചി. ഇന്ദ്രേട്ടൻ രാവിലെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രാത്രിയിൽ പനിച്ചു വിറച്ച് പിച്ചുമ്പയും പറയുമായിരുന്നു. ഞങ്ങളങ്ങ് പേടിച്ചു പോയി. വീടിന് തൊട്ടു മുമ്പിൽ വണ്ടി വരില്ല, റോഡിലോട്ട് അല്പം നടക്കണം, നല്ല മഴയുണ്ടായിരുന്നു. അതാ ഇന്ദ്രനെ വിളിക്കാന്ന് വെച്ചത്. അതിനെന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയും വിളിക്കാം. അച്ഛൻ പോകുമ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാ, മഞ്ചാടി മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ ഉണ്ടാവണമെന്ന്. മോളിനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും മോളുടെ ഒപ്പം ഉണ്ട്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അങ്കിൾ? പേടിക്കാനൊന്നുമില്ല, ഡിപ്രഷന്റെ ആണെന്നാ പറഞ്ഞത്. ഇപ്പൊ പനി കുറവുണ്ട്. കുറച്ച് കഴിയുമ്പോ ഡോക്ടർ റൗണ്ട്സിന് വരും. മനസ്സിന് ധൈര്യം ഉണ്ടാവണം മോളെ. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ. എന്തും നേരിടാനുള്ള ശക്തി നീ സ്വയം ആർജിക്കണം. എനിക്ക് പ്രതീക്ഷയുണ്ട് ചേച്ചി. ജീവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മോളുടെ ആഗ്രഹം പോലെ തന്നെ അവൻ തിരിച്ചു വരട്ടെ. ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടി തന്നെയാ പ്രാർത്ഥിക്കുന്നത്. സുശീലന്റെ കണ്ണു തുറന്നോ ചേച്ചി? അതേക്കുറിച്ച് ഇന്ദ്രേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മോളെ, അവരതേ അവസ്ഥയിൽ തന്നെ എപ്പോഴും. ആന്റി പറഞ്ഞിട്ടാ ആസിഫ് ജീവനെ രാത്രിയിൽ തുരുത്തിന്ന് ഇറക്കിക്കൊണ്ടു വന്നേന്ന് പറഞ്ഞു. അത് സത്യമായിരിക്കോ ചേച്ചി? എനിക്കറിയില്ല മോളെ, അതൊക്കെ അവര് തന്നെയാ പറയേണ്ടത്. ചിലപ്പോ ജീവനെ ആരെങ്കിലും അപകടപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നിക്കാണും. അതായിരിക്കും അവിടുന്ന് വേഗം മാറാൻ പറഞ്ഞത്. ആ, ആസിഫ് പറഞ്ഞ കാര്യം പോലീസിനെ അറിയിക്കണോ അങ്കിൾ? അവരന്വേഷിക്കട്ടെ. പോലീസ് ചോദിച്ചാ അവന് ചിലപ്പോ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇന്നെന്തായാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളുടെ മോൻ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയണം. നീ അധികം സംസാരിക്കണ്ട രജനി, കുറച്ചേരം അവിടെ ഇരിക്കേ. ഇവക്ക് ശ്വാസമുട്ടലിന്റെ അസുഖമുള്ളതാ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. ആന്റി ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ അങ്കിൾ. മോളുടെ അടുത്ത് ഞാനുണ്ടല്ലോ. ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവാം. ആദ്യം ഡോക്ടർ വന്ന് മോളെ പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ നീ ഒന്ന് വിശ്രമിക്ക്. നിനക്ക് ചായ വേണം? വേണ്ട, കുറച്ചേരം കിടന്നാ മതി. എന്നാ കിടന്നു.